أيها الإخوة المؤمنون أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. اليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ജാഹിലിയത്തിനെ അനുകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചരിച്ചു വന്നിരുന്ന ഒരു നോമ്പാണ് ആശൂറ നോമ്പ്. ആശൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10 പേരാണ്. മുഹറം 9 പറയുന്ന പേര് താസുആ എന്നാണ്. നമ്മൾ യൗമു അറഫ, യൗമു തർവിയ ഒക്കെ പഠിച്ചല്ലോ. അപ്പൊ ജാഹിലിയത്തിൽ തന്നെ ജാഹിലിയത്തിലെ ആളുകൾ അനുഷ്ഠിക്കുന്നത് കണ്ടിട്ട് റസൂലുള്ള അത് അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. പിന്നീട് അനുചരന്മാരോടും റസൂലുള്ള ആ നോമ്പ് അനുഷ്ഠിക്കാൻ നിർബന്ധിച്ചു. ആ നോമ്പ് കുട്ടികളെ കൊണ്ട് പോലും നോൽപ്പിച്ചിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ കാണാം. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ശ്രദ്ധ തിരിച്ച് അവരെ നോമ്പ് നോൽപ്പിച്ചിരുന്നു. ഇത് റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകുന്നതിന്റെ മുമ്പാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മദീനയിലെ ആളുകൾ, അവിടുത്തെ യഹൂദന്മാരും, കാരണം മക്കയില് ഇസ്മായിലി പാരമ്പര്യമാണ്, അന്ന് യഹൂദികൾ ഉണ്ടായിരുന്നത് മദീനത്താണ്. അപ്പൊ അവരും ഈ നോമ്പ് നോൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇന്ന് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ട ദിവസമാണ് ആശൂറ, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. അതുവരെ ആ വിവരം റസൂലുള്ളാഹിക്ക് അറിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രഖ്യാപിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളാണ് മൂസായോട് ഏറ്റവും ബാധ്യതയുള്ള ആളുകൾ. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9 കൂടി നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കാൻ. പക്ഷേ പിറ്റത്തെ വർഷം റസൂലുള്ളാഹി ജീവിച്ചിരുന്നില്ല, മരണപ്പെട്ടുപോയി. അതുകൊണ്ടാണ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് നമുക്ക് സുന്നത്തായി വരുന്നത്. റമളാൻ നോമ്പ് വന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ലിമൻ ഷാ, വേണ്ടവർക്ക് നോൽക്കാം, വേണ്ടാത്തവര് നോൽക്കേണ്ടതില്ല. നോൽക്കുകയാണെങ്കിൽ യഹൂദികളെ പോലെ തന്നെ ആകണ്ട, യഹൂദികളോട് എതിരാവുക എന്നതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. യഹൂദികൾ ചെയ്യുന്ന അതേപോലെ ചെയ്യണ്ട. അവര് മുഹറം 10 നോറ്റിരുന്നത്. മക്കത്തും അങ്ങനെയൊക്കെ ആയിരുന്നു അവർ നോറ്റ് പരിചയമുണ്ടായിരുന്നത്. പക്ഷേ ഇനി ഒന്നുകിൽ 9, 10 നോൽക്കുക, അല്ലെങ്കിൽ 10, 11 നോൽക്കുക. ഒരു ദിവസം അധികം നോൽക്കാൻ പറഞ്ഞത് യഹൂദികളെക്കാളും ഒരു എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ചുരുക്കി പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയം. നമുക്കറിയാം, ഖുർആൻ എടുത്തു നോക്കിയാൽ 180-ലധികം സ്ഥലത്ത് മൂസാ നബിയുടെ പേരെന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിയെ പറ്റി 4 സ്ഥലത്തെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി മോശന്നല്ല പറയണം, പോരിശല്ല എന്നല്ല, മുഹമ്മദ് എന്ന പേരിൽ റസൂലുള്ളാഹി നബിയുള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറയും. ഈസാ നബിനെ പറ്റി 23 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 20 പ്രാവശ്യം സ്വന്തം പേര് പറഞ്ഞിട്ടുണ്ട്. 3 സ്ഥലത്ത് ഇബ്നു മറിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് പ്രവാചകന്മാരെടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ 15 സ്ഥലത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. 25-ലധികം സ്ഥലത്ത് ആ സംഭവങ്ങളുടെ പൂരണങ്ങളും വിശദീകരണങ്ങളുമായി മറ്റു സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മൂസാ നബി ജനിക്കുന്നത് ഈജിപ്തിലാണ്. ഇസ്രായേല്യരുടെ വിമോചകനാണ്.
ഇസ്രായേലിന്റെ ഈജിപ്തിലുണ്ടായിരുന്നു. അതെങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ വലിയ ചരിത്ര സംഭവമാണ്. നമ്മളൊക്കെ സൂറത്ത് യൂസുഫ്, യാക്കൂബ് നബിയുടെ മക്കൾക്കാണ് ഇസ്രായേൽ എന്ന് പറയുക. ഇന്ന് നമ്മുടെ ഇസ്രായേൽ അവരുടെ ഒരു രാജ്യം സ്ഥാപിച്ചതാണ്, അധിനിവേശമാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അബ്ദുള്ള എന്നാണ്. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നാണ് അവരുടെ ഭാഷയിൽ. ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദ് എന്നാണ്. ഈൽ, ജിബ്രായിൽ, മീക്കായിൽ എന്നൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ അള്ളാഹു എന്നൊരു അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹിന്റെ അടിമ, അള്ളാഹിന്റെ ഇഷ്ടദാസ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. യാക്കൂബ് നബിയുടെ ഒരു പേരായിരുന്നു ഇസ്രായേൽ. ആ യാക്കൂബ് നബിയുടെ മക്കൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുക. ആ സന്തതികളിൽ വളർന്നു വരുന്ന ആളുകളാണ് ഇസ്രായേൽ. ഇവര് പണ്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിടുകയും, യഥാർത്ഥത്തിൽ അവരുടെ അസ്ല് ഇസ്രായേൽ, യാക്കൂബ് നബിയുടെ അസ്ല് ഷാമിലാണ്. ഇന്നത്തെ ഫിലസ്തീൻ, ഇസ്രായേലൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ്. കിണറ്റ് കൊണ്ടുപോയിട്ടു, അവിടുന്ന് കിണറ്റിൽ നിന്ന് കച്ചവടക്കാരെടുത്തു, അങ്ങനെ ഈജിപ്ത് കൊണ്ടുപോയി വിറ്റു. ഈജിപ്തിലെ രാജാവായി, വലിയ സംഭവമാണ്. ആ സൂറത്ത് യൂസുഫ് വായിച്ചാൽ കിട്ടും. അവസാനം അവിടെ രാജാവായിട്ട് അവിടെ റേഷൻ കൊടുക്കൽ തുടങ്ങി. നാട്ടിൽ ക്ഷാമം വന്നു, ആളുകളൊക്കെ പലയിടത്തുനിന്നുമായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ യൂസുഫിന്റെ സഹോദരന്മാരൊക്കെ വന്ന് കണ്ട് പരിചയപ്പെട്ട് അവസാനം യൂസുഫാൻ തിരിച്ചറിഞ്ഞപ്പോൾ വാപ്പാനും ഇമ്മാനൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈജിപ്തിൽ അവരെത്തുന്നത്. ഈജിപ്തിൽ ശരിക്ക് അവിടുത്തെ കോപ്റ്റ് വംശജരുണ്ട്, കിബുത്തികൾ എന്ന് പറയുന്ന വംശജരാണ്. ഈജിപ്തുകാരുണ്ട് ഒറിജിനലി. അവിടെ ഇവരെങ്ങനെ വന്ന് പെറ്റ് പെരുകി വലുതായി ഉണ്ടായതാണ്. അപ്പൊ രണ്ട് രൂപത്തിലാണ് അവിടുത്തെ ആളുകൾ. ഒന്ന് ഇസ്രായേലിയരാണ്, മറ്റൊന്ന് ഈജിപ്തുകാരാണ്. അപ്പൊ ഈജിപ്തുകാര് പലപ്പോഴും ഇസ്രായേലിയരെ അടിമപ്പണി എടുപ്പിച്ചു. ഇന്ന് നമുക്കറിയാം വലിയ മറ്റേ പിരമിഡിന്റെ ഒക്കെ കാര്യം. ഫറോവമാര് അവിടുത്തെ ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്നു. ഫറോവ എന്നാണ് അറിയപ്പെടുക, ഫിർഔൻ. അവിടുത്തെ ഇസ്രായേലിയരുടെ ഭരണകർത്താക്കളായിരുന്നു അസീസ് എന്നാണ് അറിയപ്പെടുക, അസീസ്. അങ്ങനെയാണ് അവരുടെ സ്ഥാനപ്പേര്. ഫറോവ എന്ന് അപ്പുറത്ത് പറയും, അസീസ് എന്ന് ഇവർക്കും പറയും. പക്ഷെ ഇസ്രായേലിയരെ അടിമപ്പെടുപ്പിച്ചിട്ടായിരുന്നു അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. ആര്? ഈജിപ്ത്. കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിർഔൻ, നമ്മൾ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഫിർഔൻ, അവനെപ്പറ്റി പറയുന്നത് റംസീസ് അസാനി എന്നാണ്. റംസീസ് രണ്ടാമൻ എന്നാണ് അറിയപ്പെടുക, ഫറോവ. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടാകുകയാണ്. സ്വപ്നം കണ്ടിട്ടോ ജ്യോത്സ്യം പറഞ്ഞിട്ടോ ഒക്കെ തോന്നാണ്, ഈ ഇസ്രായേലിയര് ഒരു പക്ഷേ എന്റെ പതനത്തിന് കാരണമാകും എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിയരെ ഇനി മുതൽ, ഇസ്രായേലിനെ അടിമപ്പെടുപ്പിച്ച് ജീവിക്കണം അവര്, അപ്പോ ഇനി മുതൽ ഇസ്രായേലിലെ ആൺകുട്ടികൾ എന്തായാലും ജീവിക്കാൻ പാടില്ല, അവരെ കൊല്ലണം എന്ന് തീരുമാനിക്കാം. അപ്പോഴാണ് ഓല കൂടി പറഞ്ഞത്, അങ്ങനെ ഓല കൊന്നാൽ നമുക്ക് കൃഷിക്ക് ആളുണ്ടാവില്ല, അതുകൊണ്ട് കൊല്ലാൻ പറ്റൂല, കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാ ഒരു വർഷം ഉണ്ടാകുന്ന കുട്ടികളൊക്കെ കൊല്ല, ഒരു വർഷം ഉണ്ടാകുന്ന കുട്ടികളെ നമുക്ക് ജീവിക്കാൻ അനുവദിക്കാം. അപ്പോഴാണ് ഹാറൂൻ നബി ഉണ്ടായത്. സംഭവം ശരിക്കും മനസ്സിലാക്കാം. മൂസാ നബിന്റെ ആ കൊല്ലെങ്കിൽ ഹാറൂൻ നബിനെയും കൊല്ലുമല്ലോ. ഹാറൂൻ നബിനെ കൊന്നിട്ടില്ല, ഹാറൂൻ നബി അവിടെ ഉണ്ട് ഈജിപ്തില്, മൂസാ നബി ചെന്നപ്പോഴും. അപ്പൊ ആ സമയത്താണ് ഹാറൂൻ നബി ജനിക്കണത്. അതുകൊണ്ട് ഹാറൂൻ നബിനെ അവർ കൊന്നില്ല. കൊല്ലാൻ പറഞ്ഞ സമയത്താണ്, ആ വർഷത്തിലാണ് മൂസാ നബി ജനിക്കുന്നത്. അപ്പോ പേടിയായി, ഉമ്മാക്ക് പേടിയായി. അങ്ങനെയാണ് ആ കുട്ടിയെ ഒരു കൊട്ടയിലാക്കിയിട്ട് അള്ളാന്റെ വഹയാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയാം, ആയത്തുകളിലൂടെ ഒന്ന് കണ്ടോടിക്ക. ജസ്റ്റ് പെട്ടിയിലാക്കാൻ പറഞ്ഞു, ആ സമുദ്രത്തിലിടാൻ പറഞ്ഞു. അങ്ങനെ പെട്ടിയിലാക്കി സമുദ്രത്തിലിടും, ഒരു കയറുമായി ബന്ധിപ്പിക്കും. വൈകുന്നേരം പോയിട്ട് ആ കയറ് വലിച്ചിട്ട് ഈ കുട്ടിക്ക് പാല് കൊടുത്ത് വീണ്ടും അതിൽ തന്നെ ഇടും. അങ്ങനെ വരുമ്പോ കയറ് പൊട്ടിപ്പോയി, അത് കരക്കടിഞ്ഞു. അങ്ങനെയാണ് ഫിർഔന്റെ കൊട്ടാരത്തിലുള്ള ഒരു തന്നെ ആ കുട്ടിയെ കിട്ടുന്നത്. ആ കുട്ടി കണ്ടപ്പോ ഫിർഔന്റെ തന്നെ ഭാര്യ പറഞ്ഞു, എന്ന് പറയാ ആസിയ ബീവി, നമുക്ക് ഖുറത്തു ഐനുല്ലി വലക് ലാ തഖ്തുലു, കൊല്ലണ്ട, നമുക്കൊരു സന്തോഷമാണ്, ഒന്നുമില്ലെങ്കിൽ നോക്കിയിരിക്കാം, കുട്ടീനെ അങ്ങനെ നോക്കിയിരിക്കണതിന്റെ സന്തോഷമാണ്, അത് കൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നത്. ആ കുട്ടി പാല് കുടിക്കണില്ല. ഖുർആൻ പറയുന്നുണ്ട്, വഹറംന അലൈഹിൽ മറാലിഅ,
ആര് പാല് കൊടുത്താലും കുട്ടി കുടിക്കൂല. അന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, പാല് കൊടുക്കാൻ വേണ്ടി ആളുകളെ കൂലിക്ക് കൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോ ഈ മൂസാ നബിയുടെ ഉമ്മായുടെ അനുജത്തിനെ തന്നെയാണ് രാജാവ് ഏൽപ്പിച്ചത് ആരെങ്കിലും അന്വേഷിക്കാൻ വേണ്ടി. അപ്പൊ അന്വേഷിച്ച് നടന്നപ്പോ മൂസാ നബിയുടെ ഉമ്മ തന്നെ വന്നിട്ട് അങ്ങനെ ഉമ്മ തന്നെ പാല് കൊടുത്ത് ഫിർഔന്റെ ചെലവില്, ഏതായാലും നമ്മള് പറയല്ലേ, ഏതായാലും നിസ്കരിക്കണം, അതിന് കാശും കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ പോലെ ഏതായാലും പാല് കൊടുക്കണം, അപ്പൊ അതിന് കാശും കിട്ടും, കുട്ടിനെ വളർത്തും വേണം. അങ്ങനെയാണ് ആ കുട്ടി വളർന്നുണ്ടാകുന്നതാണ്. അങ്ങനെ മൂസാ നബി വളർന്നു വന്നു എന്നാണ്. അങ്ങനെ അവിടെ വളർന്നു വന്ന് ആ ഇരിക്കെ മൂസാ നബി അലൈഹിസ്സലാം അവിടെ തന്നെ വലിയ വളർന്ന് വന്ന് ഫലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ. ഫലമ്മ ബലഗ അശുദ്ധഹു, അശുദ്ധായി 30 വയസ്സായി. 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ്, ആ പ്രായം വരെ അവിടെ വളർന്നുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ മൂസാ നബി അതൃപ്തനാണ്. ഈ ഫറോവമാരുടെ മർദ്ദനത്തിലും പീഡനത്തിലും മൂസാ നബി അതൃപ്തനാണ്. അങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു കൊലപാതകം നടക്കുകയാണ്. എങ്ങനെ കൊലപാതകം നടന്നത്? രണ്ടാളുകൾ തമ്മിൽ ഒരു ഇസ്രായേലിനെ ശക്തമായിട്ട് ഒരു ഖിബ്തി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് പണി ചെയ്യാൻ പറയേണ്ടത്, അദ്ദേഹം എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്, അപ്പൊ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങനെ നടന്ന് അടുത്തുകൂടെ പോകുന്നത്. അപ്പോഴാണ് മൂസാ നബിയോട് പറഞ്ഞു ഒന്ന് രക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടോ. അപ്പോ ഖുർആൻ പറയുന്നുണ്ട് ഫവക്കസഹു മൂസ ഫഖള അലൈഹി. മൂസാ നബി ഒരു കുത്തു കൊടുത്തു അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഒരു ചവിട്ട് കൊടുത്തു എന്നും പറയാം. മരിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ അത് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഒരു കൊലപാതകം നടന്നു. പക്ഷെ ഉടനെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ഖതൽതു നഫ്സൻ ഫഗ്ഫിർലി ഫഗഫറ. പടച്ചോനെ, ഞാനൊരു അനാവശ്യമായ സംഭവത്തിൽ ഏർപ്പെട്ടു, കൊലപാതകം നടത്തി, എനിക്ക് പുറത്തു തരണേ. അങ്ങനെ പടച്ചോൻ അത് പുറത്തു കൊടുത്തു. അന്നു മുതൽ ഈ ഖിബ്തി വംശജനെ കൊന്നവനെ അന്വേഷിക്കാൻ തുടങ്ങാൻ. അങ്ങനെയാണ് മൂസാ നബി പുറത്തേക്ക് രംഗത്തേക്ക് വരുന്നത്. ഈ കൊലപാതകയെ കണ്ടെത്തണം, അതിനുവേണ്ടി അന്വേഷണം തുടങ്ങാൻ. അപ്പൊ മൂസാ നബിക്ക് പേടിയായി. അദ്ദേഹം ഇങ്ങനെ ഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, ഭയപ്പാടോടുകൂടി ജാഗ്രതയോടുകൂടി ആരുമില്ലാത്ത സമയത്ത് വദഖല അലാ ഹീനി ഗഫ്ലത്ത് വദഖലൽ മദീനത അലാ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലിഹാ. പുറത്തിറങ്ങാൻ പറ്റാതിരിക്കും, പക്ഷെ പുറത്തിറങ്ങണ്ടേ. എപ്പോഴാ പുറത്തിറങ്ങാ? ആളുകളൊക്കെ അശ്രദ്ധരായിരിക്കുന്ന സമയത്ത്. ഒന്നുകിൽ ളുഹൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങണ സമ്പ്രദായമാണ് ഈ ചൂടുള്ള കാലഘട്ടത്തിൽ, പിന്നെ കാലാവസ്ഥയിലൊക്കെ ചെയ്യണത്. ആ സമയത്ത് മൂസാ നബി ഒന്ന് പുറത്തിറങ്ങും. അല്ലെങ്കിൽ രാത്രി അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങിയൊക്കെ അങ്ങനെ നടക്കും. അങ്ങനെയായിരുന്നു മൂസാ നബി കുറച്ചു കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ മനുഷ്യൻ അന്ന് രക്ഷപ്പെടുത്തി ഈ മനുഷ്യൻ തന്നെ വേറെ ഒരാളായിട്ട് ശണ്ട കൂടുന്നുണ്ട്. അപ്പോ അതിലും മൂസാ നബി ഇടപെട്ടു. മൂസാ നബിനെ വീണ്ടും ഈ മനുഷ്യൻ വിളിച്ചു. അതെ, അതുവല്ലഹുമ, രണ്ടാളും ശത്രുവാണ് എന്ന് പറഞ്ഞാല് ഒരു ഖിബ്തിയും ഒരു ഇസ്രായേലിലും പിന്നെ ഇവിടെ മൂസാ നബി ഉള്ളത്. ആ സമയത്ത് മൂസാ നബിയോട് ഇടപെട്ടപ്പോ മറ്റേ ആള് വിളിച്ചു പറയാം, പണ്ട് നീ ഒരു ഖിബ്തി, അത് ഇസ്രായേലിലും പറഞ്ഞുകൊണ്ട് ഖിബ്തി പറഞ്ഞുകൊണ്ട്, അല്ലാഹു അലം, നീ പണ്ട് ഒരു കൊലപാതകം നടത്തിയതുപോലെ എന്നെയും കൊല്ലാമെന്ന് ഉദ്ദേശിക്കണ്ട എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഒരു പ്രഖ്യാപിക്കാൻ. എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കണ്ട, പണ്ട് ചെറു കൊലപാതകം നടത്തിയില്ലെന്ന് ഉറക്കെ പറയാൻ. അപ്പോഴാ മൂസാ നബിക്ക് മനസ്സിലായത് ഇത് ഒരുപാട് ആളുകൾ എന്റെ കൊലപാതകം അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. മാത്രല്ല, അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഭാഗത്തു നിന്ന് ഒരാൾ ഓടി വന്നിട്ട് മൂസാ നബിയോട് പറയണത്, മൂസാ നീ രക്ഷപ്പെടണം, ആളുകളൊക്കെ നിനക്കെതിരാണ്, എല്ലാവരും നിനക്കെതിരാണ്, പ്രത്യേകിച്ച് ഫിർഔൻ കൂട്ടരും നിനക്കെതിരാണ്. ഫിർഔനെ പറ്റി അല്ലാഹ് പറയണ്ടേ, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഏത് ഫാസിസ്റ്റും അങ്ങനെയാണ്. ഏത് ഫാസിസ്റ്റ് ശക്തി വരുമ്പോഴും അവർ ചെയ്യേണ്ട ഒരു കാര്യം ഖുർആൻ പറയണ്ടേ, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഫിർഔൻ ഭൂമിയിൽ ഔന്നത്യം നടിച്ചു, വലിയ ആളായി നടക്കുക. എന്നിട്ട് ഭിന്നിപ്പിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഒരു സിദ്ധാന്തമാണ്. എല്ലാരും തമ്മിൽ തല്ലിപ്പിച്ച് ഗ്രൂപ്പാക്കി ഇങ്ങനെ പോവുക. ആ ഭിന്നിപ്പിൽ എല്ലാവരും കൊടുക്കും, ഐക്യമില്ലാതിരിക്കുക. അങ്ങനെ ഒരു വിഭാഗത്തെ അധികൃതരായി പ്രഖ്യാപിക്കുക, താഴ്ന്ന ജാതികളായി പ്രഖ്യാപിക്കുക.
അവരൊക്കെ പിന്നെ ചെറിയ വർഗം, താഴ്ന്ന വർഗം, അങ്ങനെ അവരെ മൈൻഡ് ചെയ്യാതിരിക്കാം. എന്നിട്ടോ ആൺകുട്ടികളെ കൊന്നുകളയും, അരുങ്കൊല ചെയ്യും. സ്ത്രീകളെ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കും, അവരെ ജീവിക്കാൻ അനുവദിക്കും. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഈ ഫിറഔൻ വല്ലാത്തൊരു നാശമാണ് ചെയ്തിരുന്നത് എന്ന് ഫിറഔനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചത്. മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് നേരെ പോയിട്ട് ഇന്നത്തെ നമ്മുടെ തബൂക്ക്, സൗദി അറേബ്യയിലെ തബൂക്ക്, അതിന്റെ ഭാഗത്ത് ആ തബൂക്കിന്റെ സ്ഥലത്തുള്ള അടുത്ത് ഒരു മിഡിയൻ എന്ന് പറയും, മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് രാജ്യം വിട്ടു. അവിടുന്ന് ഈജിപ്തിൽ നിന്ന് നേരെ വന്ന് പിന്നെ മദിയയിൽ വന്നു. മദിയയിൽ വന്നപ്പോ വേറെ രക്ഷയൊന്നുമില്ല, ആരും അഭയം കൊടുക്കാനൊന്നുമില്ല, അങ്ങനെ സഞ്ചാരിയായി നടക്കാൻ. അവിടെ കണ്ടത് 2 പെൺകുട്ടികൾ വെള്ളം കോരാൻ വന്നതാണ്. ഫലമ്മാ വറദ മാഅ മദിയന വജദ മിൻ ദൂനിഹിം ഇംറഅതാനി തദൂദാൻ. 2 പെണ്ണുങ്ങള്, 2 പെൺകുട്ടികള് ആടിനെ ഇങ്ങനെ തടയുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, മാ ഖത്ബുകുമാ, എന്താണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? മൂസാ നബി ഒരു മുഹ്സിനായിരുന്നു, ഒരു സൽക്കർമ്മകാരിയായിരുന്നു, പരോപകാരിയായിരുന്നു. അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഖാലത്താ ലാ നസ്തി ഹത്താ യുസ്ദിർ റിആഹു വഅബൂനാ ശൈഖുൻ കബീർ. നിങ്ങളുടെ വാപ്പ പ്രായമുള്ള ഒരാളാണ്, ഇവരൊക്കെ വെള്ളം കുടി, ഞങ്ങൾ പെൺകുട്ടികളാണ്, പെൺകുട്ടികള് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നടക്കൽ പതിവില്ല. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് വാപ്പാക്ക് പകരം ഞങ്ങൾ 2 കൂടി ഇറങ്ങിപ്പോന്നതാണ്. എല്ലാവരും വെള്ളം കുടിച്ച് ആടിന് വെള്ളമൊക്കെ കൊടുത്ത് പോയെങ്കിലേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, കാത്തുക്കാൻ. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് ഒരു പാറ പൊക്കിയിട്ട്, ഒക്കെ ഇന്നും ആ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പാറ പൊക്കിയിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഇവർക്ക് വെള്ളം കൊടുത്തു എന്നാണ്. പതിവിലും നേരത്തെ എത്തിയപ്പോ അത് ശുഐബ് നബിയുടെ മക്കളായിരുന്നതാണ്. മദിയയിൽ ഖുർആൻ പറയുന്നുണ്ട്, വൈലാ മദിയന അഖാഹും ശുഐബാ. മദിയനിലേക്ക് ശുഐബിനെ ഞാൻ നിയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ശുഐബ് നബി ആയിരുന്നു, ആ ശുഐബിന്റെ മക്കളായിരുന്നു വന്നിരുന്നതാണ്. നേരത്തെ എത്തിയപ്പോ മക്കളോട് ചോദിച്ചറിഞ്ഞപ്പോ മക്കള് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാള് വെള്ളമൊക്കെ കോരി തന്നു എന്ന് പറഞ്ഞപ്പോ ആ വെള്ളമൊക്കെ ഇങ്ങനെ കോരി കൊടുത്തിട്ട് മൂസാ നബി അവിടെ ഇരുന്നിട്ട് പറയണം, റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ എന്തൊരു ഖൈർ തന്നാലും അതിപ്പോ എനിക്ക് ആവശ്യമാണ്. പ്രാർത്ഥന, ഒരു സംഗതി ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതെ, പഠിച്ചോനെ ഇനിയൊരു ഖൈർ തരികയാണെങ്കിൽ എനിക്ക് അത് ആവശ്യമാണ്. അങ്ങനെ ഇരുന്നിട്ട് സുമ്മ തവല്ല ഇലല്ലീന, ഒരു മരത്തിന്റെ താലങ്ങനെ ഇരിക്കുമ്പോണ്ട് ഈ പെൺകുട്ടികള് പിന്നെ തിരിച്ചു വരുന്നു. 2 വന്നു, നിങ്ങളെ വാപ്പ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കൂലി തരണ്ടേ? അങ്ങനെ ചെന്നു. അവിടെ ചെന്നപ്പോ അന്യ പെണ്ണുങ്ങളാണ്, അങ്ങനെ താമസിക്കാൻ പറ്റൂല. അപ്പൊ അവിടെ നിന്നാണ് ശുഐബിന് പറഞ്ഞത്, ഇന്നി ഉരീദു അൻ ഉൻകിഹക യഹദ ബലതയ്യ ഹാതൈനി അലാ അൻ തൗജുറനി സമാനി ഹജ്ജ്. 8 കൊല്ലം മഹറായിട്ട് 8 കൊല്ലം ഇവിടെ ജോലിയാണ്, ആടി നോക്കണം, കൂലിപ്പണി ചെയ്യണം. ഇനി 10 കൊല്ലം നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കൂലിപ്പണി കൊടുത്തിട്ട് അവിടെ ആക്കി കൊടുക്കാൻ. ആ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞു. ആ കാലഘട്ടമൊക്കെ പൂർത്തിയാക്കുമ്പോൾ വീണ്ടും ഈജിപ്തിൽ തന്നെ വരാൻ താല്പര്യം ഉണ്ടായി. അങ്ങനെ അവിടുന്ന് പോരുകയാണ്. എങ്ങനെ പോകും ഈജിപ്തിലേക്ക് അറിയില്ല. ആ വഴിക്ക് വെച്ചിട്ടാണ് നമ്മുടെ സീനാ താഴ്വരയിൽ എത്തിയപ്പോഴാണ് അവിടുന്ന് ഒരു വെളിച്ചം കണ്ടത്. അപ്പൊ കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ വെളിച്ചം കാണുന്നുണ്ട്, അവിടെ പോയി നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെയാണല്ലോ, ആരെങ്കിലുമൊക്കെ ടെന്റ് അടിച്ച് താമസിക്കുമ്പോൾ ലൈറ്റ് ഉണ്ടാവും. പക്ഷെ കണ്ട വെളിച്ചം അത് അള്ളാഹുവിന്റെ ഒരു പ്രകാശമായിരുന്നു. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അള്ള പറഞ്ഞു, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നീ ഇപ്പോൾ ഉള്ളത് തുവാ എന്ന് പറയുന്ന സീനായുടെ ഒരു താഴ്വരയിലാണ്. അവിടെ ഒരു പ്രത്യേകമായ മരത്തിനെ ഖുർആൻ പറഞ്ഞു. ആ മരത്തിന്റെ അടുത്താണ്, ഇതൊക്കെ ബൈബിളിലെ കഥകളൊക്കെ പറയുന്നുണ്ട്. ആ മരത്തിന്റെ അടുത്താണ്, അതുകൊണ്ട് ചെരുപ്പൊക്കെ അഴിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിക്കാൻ ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചു. ഖലീമുള്ള എന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേര്. അങ്ങനെ സംസാരിച്ച് അവിടുന്ന് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താന്ന് ചോദിച്ചു. ഇത് വടിയാണ്. എന്തിനാ വടി? വടിയല്ലേ, പല ഉപകാരം ഉണ്ടാവും. അത് എനിക്ക് ആടിനെ ഇല പൊട്ടിച്ചു കൊടുക്കാൻ പറ്റും, കുത്തിപ്പിടിച്ച് നടക്കാൻ പറ്റും, വലിയ ഫിഹ മഹാരി ബുഹ്റ, വേറെ ആവശ്യങ്ങളുണ്ട്. അങ്ങനെ അപ്പോ നബി അത് നിലത്തിടാൻ പറഞ്ഞു. അത് നിലത്തിട്ടു. നിലത്തിട്ടപ്പോ ഒരു പാമ്പായി. അപ്പോ മൂസാ നബിക്ക് പേടിയായി. അള്ള പറഞ്ഞു, ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, നിങ്ങൾ മുർസലാണ്, മുർസലീങ്ങൾ എന്റെ അടുത്ത് പേടിക്കേണ്ടതില്ല. അതിനെ പിടിക്കാൻ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നെഞ്ഞത്തൊന്ന് കൈ വെക്കാൻ പറഞ്ഞു. നെഞ്ഞത്ത് കൈ വെക്കുക, ഖുർആൻ പറഞ്ഞതാണ്. ബിറുഅബ്, പിന്നെ പേടി വരുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ബേജാറും പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവുമ്പോൾ നെഞ്ഞത്തൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് പടച്ചവനോട് പറഞ്ഞാൽ ഒരാശ്വാസം ഉണ്ടാവുന്നു. തഫ്സീറിലൊക്കെ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂസാ നബിയോട് പറഞ്ഞത്, ബേജാറായി നിൽക്കല്ലേ, ആ നെഞ്ഞത്തൊന്ന് കൈ വെക്കുക. നെഞ്ഞത്തൊന്ന് കൈ വെച്ചു, ഹാർട്ടിന്റെ ഭാഗത്തൊന്ന് കൈ വെച്ചിട്ട്
പറഞ്ഞു. പിന്നെ അങ്ങനെ കൈയെടുക്കാൻ പറഞ്ഞപ്പോ കയ്യിന് നല്ല ഒരു ശോഭയുണ്ടായി. വിഷയമൊക്കെ മാറി, മൂസാ നബിയുടെ ടെൻഷനൊക്കെ മാറി. എന്നിട്ടാണ് നേരെ വീണ്ടും ഈ ഫിർഔന്റെ അടുത്തേക്ക് ചെല്ലാൻ പറയുന്നത്. എന്തിനെ? ഫിർഔനിനെ ക്ഷണിക്കണം. വലിയ ഉത്തരവാദിത്തം അള്ളാഹ് ഏൽപ്പിക്കുന്നത്. ഫിർഔനിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അവിടുന്ന് പറയാം. അപ്പോഴാണ് അവിടുന്ന് മൂസാ നബി പ്രാർത്ഥിക്കുന്നത്, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി. സാധാരണ മൗലവിമാര് വളരുമ്പോഴൊക്കെ പറയല്ലേ, അതപ്പ പറഞ്ഞതാ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഹാറൂനെ തരണം. എന്റെ സഹോദരൻ ഹാറൂൻ അവിടെ ഉണ്ട്, ആ ഹാറൂൻ എനിക്ക് ഹെൽപ്പറായി നിശ്ചയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അള്ളാഹ് പറഞ്ഞു, ഖദ് ഊതീത സൂലക യാ മൂസാ, നീ ചോദിച്ചതൊക്കെ നിനക്ക് തരാം, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നല്ല വാക്ക് പറഞ്ഞ് അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ ചെന്നു ഫിർഔനോട് നേർക്ക് നേരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഫിർഔൻ പറഞ്ഞു, നേരെ ചൊവ്വ വർത്തമാനം കൂടിയും പറയാൻ വയ്യാത്ത നീയാണോ ഒരു പ്രബോധകനായിട്ട് നീ എന്റെ അടുത്തേക്ക് വന്നിരിക്കണത്? ആരാണ് നിന്റെ പടച്ചോൻ? എന്താ തെളിവ്? ഇതൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോ ഈ തെളിവുകളൊക്കെ ഓരോന്നായി കാണിച്ചു കൊടുക്കാൻ. കാരണം ഇതിന് പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ട് ഈ മാജിക്, ഈ സിഹർ കാണിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ മാജിക് ഏറ്റവും കൂടുതൽ സിഹർ മുന്നിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഫിർഔൻ പറഞ്ഞു, ഇത് സിഹറാണ്, വടി പാമ്പാക്കിയത് ഇതിലും വലിയ ഞങ്ങൾ ചെയ്യും, കൈ ശോഭിക്കുന്നത് ഇതിലും. മൂസാ നബി ഒരു ഇരുനിറായിരുന്നു എന്നാ പറഞ്ഞത്. നല്ല വെളുത്തിട്ടുമല്ല, നല്ല കറുത്തിട്ടുമല്ല, ഒരു അസ്മർ നിറായിരുന്നു എന്നാ പറഞ്ഞത്. ഒരു പിന്നെ കളർ വ്യത്യാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രകാശത്തിന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അതാണ്. അങ്ങനത്തെ കാണിച്ചു കൊടുത്തപ്പോ ഫിർഔൻ പറഞ്ഞു, ഇത് പറ്റില്ല, നമുക്കൊരു മത്സരം നടത്താം. അങ്ങനെയാണ് ആ മത്സരം നടക്കുന്നത്. അവിടെ പഠിച്ചില്ല, ഇതൊക്കെ വലിയ ഒരുപാട് വിശദീകരിക്കാണ്ട്, ഇത് ഖുതുബയിൽ വിശദീകരിക്കാൻ പറ്റില്ല, അതിന് വലിയ വഅദ് പരമ്പരയൊക്കെ വേണ്ടി വരും. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിന്നെ മായാജാലക്കാരൊക്കെ കൊണ്ടുവരാം. എല്ലാവരും കൊണ്ടുവന്നു, കൂട്ടത്തിൽ എല്ലാവരും കൊണ്ടുവന്നപ്പോ മായാജാലക്കാരോട് പറഞ്ഞു, അവർ ചോദിച്ചു, ഞങ്ങൾക്ക് പൈസക്ക് തരൂലേ ജയിച്ചാല്? ഒക്കെ ഖുർആന്റെ നെസ്സാട്ടോ, ഒന്നും അധികമല്ല. ഖുർആന്റെ ആയത്തിന്റെ ഡയറക്റ്റ് പരിഭാഷ ഞാൻ പറയണത്. നിങ്ങൾ കാശൊക്കെ തരൂലേ? നിങ്ങൾക്ക് കാശൊക്കെ തരാം. അങ്ങനെ അവര് ആരാണ് ഇത് മേജിക്ക്, ഓരും കുറെ കയറും വടിയൊക്കെ ആയിട്ട് വന്നു എന്നാണ്. കുറെ പിന്നെ വടിയുടെ തലപ്പത്ത് കയറ് കെട്ടിയിട്ട് രാത്രി അവരിങ്ങനെ വന്നു. എന്നിട്ട് പിന്നെ ചിലയിടത്ത് ദുഹാ സമയത്ത് എന്ന് പറയുന്നത് തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വന്ന് അവരും ചില മേജിക്കുകളൊക്കെ കാണിച്ചു. മൂസാ നബിക്ക് ഒന്നും അറിയില്ല. മൂസാ നബി പേടിച്ചു നിന്നു. അവസാനം അള്ളാഹ് പറഞ്ഞു, ആ വടി നിലത്തിടാൻ പറഞ്ഞു. അത് പാമ്പായപ്പോ ഫൈദാ ഹുവ തൽഖഫു മാ യഫിഖൂൻ, അവിടെ ഉണ്ടായ എല്ലാറ്റിനെയും ഈ പാമ്പ് പിടിച്ചു വിഴുങ്ങിയെന്ന്. അപ്പൊ മേജിക്കാർക്ക് മനസ്സിലായി, ഇതെന്തല്ല, ഇത് മേജിക്കല്ല, ഇതൊരു ദൈവികമാണ്. അവർക്കറിയാലോ, മേജിക്ക് പഠിച്ചവർക്ക് അറിയാം. പക്ഷെ ഫിർഔൻ നേരെ അടവ് മാറ്റി. നോക്കൂ, അവിടെ വരുന്നുണ്ടോ നിങ്ങൾ? നേരെ അടവ് മാറ്റി. ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകും സിഹർ, നിങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചതെന്ന വലിയ ആളാണ് ഇവന്നാ പറഞ്ഞത്. മായാജാലക്കാരോട് പറഞ്ഞത്. മായാജാലക്കാർ പറയണു, ഇത് മായാജാലമല്ല, ദൈവികമാണ്. അതുകൊണ്ട് അവരെങ്ങാനും വിശ്വസിക്കുമോ എന്ന് പേടിച്ചിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഉസ്താദാണ് ഈ മൂസ, അതുകൊണ്ട് നിങ്ങളെയൊക്കെ കൊന്നുകളയും. ആരാണ് നന്നായി ശിക്ഷിക്കുന്നവനെന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അന്ന് ആ മായാജാലക്കാർ ഈമാൻ മനസ്സിൽ കയറി, അത്രയേ ഉള്ളൂ, പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അതാണ് ആദർശം എന്നൊക്കെ പറഞ്ഞാൽ. അവർക്ക് മനസ്സിലായ ഒരു സത്യം ആരുടെ മുന്നിലും തുറന്നു പറയാൻ, ജീവൻ പോകുമെന്നുറപ്പാൻ, ക്രൂശിക്കുമെന്നുറപ്പാൻ. എന്നിട്ടും അവർ പറഞ്ഞു, ഖാലൂ ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫത്തറനാ, ഞങ്ങൾക്ക് കിട്ടിയ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇനി നിന്നെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയില്ല. വല്ലദീ ഫത്തറനാ, അത് ഞങ്ങളുടെ പ്രകൃതിപരമായി ഞങ്ങൾക്ക് കിട്ടിയ അറിവാണ്. അള്ളാനെ വിട്ട് ഒരാളെയും ഇനി തെരഞ്ഞെടുക്കുന്ന പരിപാടിയില്ല. ഫഖ്ലി മാ അൻത ഖാൽ, നിനക്ക് ചെയ്യേണ്ടത് ചെയ്യാം. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നീ എന്ത് ചെയ്താലും അത് ലിമിറ്റഡ് ആണ്, ഈ ദുനിയാവിൽ ലിമിറ്റഡ് ആണ്. ഞങ്ങൾ അതിലും അപ്പുറത്തുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്നവർ പ്രഖ്യാപിച്ചു. അങ്ങനെ അവരൊക്കെ കൊന്നുകളഞ്ഞു. ആരെ മുന്നിലിട്ടിട്ട്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും അന്നത്തെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ ആളുകളൊക്കെ മുന്നിലിട്ട് അവരൊക്കെ വധിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ എന്തായി? മൂസാ നബിക്ക് ഒരു രക്ഷയില്ല. വേഗം നാട് വിടാൻ തീരുമാനിച്ചു. നാട് വിട്ടു പോകേ പറ്റുള്ളൂ. അതുകൊണ്ട് മൂസാ നബിനെ കൊല്ലും എന്ന് തീരുമാനമായപ്പോൾ അവിടുന്ന് നാട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവിടുന്ന് നാട് വിടാൻ വേണ്ടി അള്ളാഹ് വഹ്യ് കൊടുത്തു. അങ്ങനെ നാട് വിട്ടു. നാട് വിട്ട് പിന്നിൽ പോകുമ്പോ ഇത് ഫിർഔനും കൂട്ടരും അറിഞ്ഞ്
അള്ളാഹ് പറഞ്ഞു വത്തുർക്കിൽ ബഹ്റ റഹ്വാ, സമുദ്രത്തിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അവിടെ പോയപ്പോ രക്ഷയില്ല, ഒരു രക്ഷയില്ല. അപ്പോ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ പിന്നില് ശത്രുക്കളുണ്ട്, മുന്നില് ബഹ്റാണ്, അവിടെയാണ് അടിക്കാൻ പറയുന്നത്. മനസ്സിലാക്കണം. അപ്പോ അവരൊക്കെ പറഞ്ഞു കാല സഹാബ് മൂസ ഇന്നാലെ മുതറക്കും, നമ്മളിപ്പോ പിടിക്കും. മൂസാ നബി പറഞ്ഞു കല്ല ഇന്ന മഅയ റബ്ബി സഹീദി, എന്റെ അടുത്ത് റബ്ബുണ്ട്, നമ്മുടെ കയ്യിലല്ല, എന്റെ അടുത്ത് വടിയുണ്ട് എന്നല്ലോ. നിങ്ങൾ പോകുന്നോളൂ, എന്റെ വടിയുണ്ട്. അന്നൊന്നും മൂസാ നബിക്ക് വടിയുണ്ട് എന്താ ചെയ്യാന്ന് അറിയില്ല. അതൊക്കെ അപ്പോഴൊക്കെ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പൊ ഈ ഇപ്പോഴത്തെ കറാമത്ത് കാരണം വിമാനം തടഞ്ഞു നിർത്തുക, ഇന്ന ആളെ വൈക്കിറക്കുക എന്നൊക്കെയുള്ള പരിപാടിയൊക്കെയാണ്. ആ ജാതിയൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പൊട്ടീസാക്കുക. ഈ വടിയുണ്ടൊന്നും ഒരു പൊട്ടീസാക്കലും മൂസാ നബി നടത്തിയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ എന്താക്കി, അവിടുന്ന് അടിക്കാൻ പറഞ്ഞു. സമുദ്രം വിളർന്നു, എല്ലാവരും ഇറങ്ങിപ്പോയപ്പോ പിന്നാലെ വരും വരുന്നുണ്ട്. അത് കണ്ടപ്പോ അവർക്ക് പേടിയായി. ഇന്നാല മുതറക്കൂൻ, ഇപ്പൊ പിടിക്കപ്പെടും. അപ്പോഴും മൂസാ നബി പറഞ്ഞു ഇന്ന മഅയ റബ്ബി സഹീദീൻ, റബ്ബുണ്ട്. അള്ളാഹ് പറഞ്ഞു വത്തുർക്കിൽ ബഹ്റ റഹ്വാ, ആ സമുദ്രത്തെ അങ്ങനെ വിട്ടോളി, നിങ്ങൾ പേടിക്കണ്ട, സമുദ്രം അങ്ങനെ നിന്നോട്ടെ, അവരിറങ്ങിപ്പോട്ടെ, അവരെല്ലാവരും കൂടെ പോന്നോട്ടെ. അങ്ങനെ അവരെല്ലാവരും പോന്നപ്പോഴാണ് അവിടെ വന്നിട്ട് പിന്നെ ആ സമുദ്രം മൂടിയിട്ട് അതിൽ മരിച്ചു പോകും. ഫിറഔനും കൂട്ടരും ഇങ്ങനെ അതിൽ മുങ്ങിച്ചാകണത് ലൈവായിട്ട് മൂസാ നബി അലൈഹി സ്വലാം കണ്ടു. അങ്ങനെയാണ് അവര് ഇപ്പുറത്തേക്ക്, ഇത് നടക്കുന്നത് ചെങ്കടലാണ്. ചെങ്കടലിൽ നമുക്കറിയാം, മാപ്പ് നോക്കിയാൽ ചെങ്കടലിന്റെ പിന്നെ വടക്ക് ഭാഗം, മാപ്പിന്റെ വടക്ക് ഭാഗം മുകളിൽ വരിക. ആ മുകള് ഭാഗത്ത് നോക്കിയ ചെങ്കടലിന് രണ്ട് പിന്നെ കനാല് കാണും, രണ്ട് ചെറിയ കൈവരികളുണ്ട്. അതിലത്തെ ഒരു വരിയാണ് നടന്നത്. അവിടുന്ന് അതിന്റെ നേരപ്പുറത്താണ് പിന്നെ സീന പിന്നെ മരുഭൂമി ഉള്ളത്. അതിന്റെ അപ്പുറത്താണ് സൂയസ് കനാൽ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള സൂയസ് കനാൽ. അതുണ്ടാകൊണ്ട് ആഫ്രിക്ക ചുറ്റാതെ തന്നെ ഏഷ്യൻ വങ്കരയും അതുപോലെ യൂറോപ്യൻ വങ്കരയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇന്ന് കപ്പലിന് വലിയ ടാക്സ് ഒക്കെ വാങ്ങിയിട്ടാണ് അവിടെ കപ്പല് മുറിഞ്ഞിറക്കുന്നത്, സൂയസ് കനാൽ. അതിന്റെ ഭാഗത്താണ് ഈ സംഭവം നടന്നത് എന്ന് ചരിത്രകാരന്മാർക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ മുങ്ങി. പക്ഷേ അതിങ്ങനെ മുങ്ങി മരിക്കുമ്പോ ഫിറഔൻ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താ പറഞ്ഞൊരു ഫിറഔൻ പറഞ്ഞു ആമൻതു ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വ ഹാറൂൻ, റബ്ബുൽ ആലമീൻ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മൂസയുടെയും ഹാറൂന്റെയും ആ പിന്നെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ സമയത്ത് ഫിറഔൻ പ്രഖ്യാപിക്കാൻ. മരിക്കാൻ നേരത്ത് മുസ്ലിമായിട്ട് കാര്യമില്ല. നമ്മളിപ്പോഴും പറയില്ല വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്നുള്ള പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അറിയോ? മുസ്ലിമായിട്ടല്ലാതെ ജീവിക്കരുത് എന്നാണ്. മുസ്ലിമായിട്ട് മരിക്കുകയാണെങ്കിൽ, മരിക്കാൻ നേരത്ത് മുസ്ലിം ആകുകയാണെങ്കിൽ ഏറ്റവും ഒന്നാം നമ്പർ മുസ്ലിം ആരേക്കാരം ഫിറഔനേക്കാരം. കാരണം അവൻ മരിക്കാൻ നേരത്ത് മുസ്ലിം ആയിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതാ ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് അലിയവും, ഇപ്പോഴാണോ എന്നാണ്. ഏത് ധിക്കാരികളുടെയും അന്ത്യം ഇങ്ങനെയായിരിക്കും, വളരെ ദുർബലമായിരിക്കും, വളരെ നിസ്സഹായരാവസ്ഥയിലായിരിക്കും. അത് രാജ്യത്തിന്റെ ഒരു സുന്നത്താണ്, ഒരു ചര്യയാണ്. ഏത് വമ്പൻ ഏതൊക്കെ തരത്തിൽ ആളുകളെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിലും, ഏതൊക്കെ തരത്തിൽ പാവപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹ് പറയുന്നുണ്ട് വഇന്നാ ഫൗഖഹും ഖാഹിറൂൻ, ഞാൻ അവർക്കൊക്കെ മുകളിൽ ഉണ്ടാകും എന്നാണ്. അവിടുന്ന് പറഞ്ഞു അലിയവും, ഇപ്പോഴാണോ നുനജ്ജീക ബിബദനിക, ഇന്ന് നിന്റെ ശരീരത്തെ ഞാൻ രക്ഷപ്പെടുത്തും, ലിതകൂന ലിമൻ ഖൽഫക ആയ, അത് നിനക്ക് ശേഷമുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് അതിനെ ബാക്കിയാക്കും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഈജിപ്തിൽ നമുക്കറിയാം, ഈ ഈജിപ്തിലെ പിരമിഡുകൾക്കുള്ളിലാണ് പഴയകാലത്ത് ഫറോമാരൊക്കെ മരിച്ചാല് അവരുടെ പിന്നെ ആസ്തികളൊക്കെ അവര് എടുത്തു വെക്കാറുള്ളത്. അവര് ഡെഡ് ബോഡി അടക്കം ഇന്നും ആ വിദ്യ ആർക്കും അറിയില്ല. അവര് മമ്മിഫിക്കേഷൻ നടത്തും, മമ്മിയാക്കും. ഒരു തരം പച്ച മരുന്നുകളൊക്കെ പുരട്ടിയിട്ട് ഒരു പ്രത്യേക കൂടിന്റെ ഉള്ളിലാക്കിയിട്ട് വെക്കും. ഇന്നിപ്പോ ഈജിപ്തില് അതെല്ലാം അതിന്ന് മാറ്റിയിട്ട്, പിരമിഡിൽ നിന്ന് മാറ്റിയിട്ട് റോയൽ മ്യൂസിയം എന്നറിയപ്പെടുന്ന തൊട്ടടുത്ത് തന്നെ പിരമിഡിന്റെ തൊട്ടുപുറത്ത് ഒരു റോയൽ മ്യൂസിയത്തിലേക്ക് അവർ മാറ്റി വെച്ചിട്ടുണ്ട്. ആ മ്യൂസിയത്തിൽ ഒരുപാടുണ്ട്, എല്ലാം ഉണ്ട് അതില്. കാക്കയും കുയിലും കോഴിയും കുറുക്കനും പരുന്തും ആമയും എല്ലാ സാധനത്തെയും മമ്മിഫിക്കേഷൻ നടത്തിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഓരോ റൂമിലും 5ഉം 10ഉം ആളുകളെ പഴയകാലത്തുള്ള ഫറോമാരൊക്കെ മമ്മിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഇന്നും ഒരു ജളം കിടക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറയുന്നത് അത് മോറിസ് ബുക്കായി മാത്രമാണ്. മോറിസ് ബുക്കായി ആണ് അതിനെപ്പറ്റി പറഞ്ഞത്. ഇതായിരിക്കാം ആ ഫിർഔൻ. കാരണം കാലഘട്ടം നോക്കുമ്പോ, പരിശോധിച്ചു നോക്കുമ്പോ റംസീസ് രണ്ടാമന്റെയും ഇന്ന് കാണുന്ന ഈ പിന്നെ റോയൽ മ്യൂസിയത്തിൽ കാണുന്ന ഇതിന്റെയും ഈ ജഡത്തിന്റെയും, അത് വേറെ പറയേണ്ടത് ഇത് മമ്മിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ട്.
പക്ഷെ കണ്ടാ തോന്നൂല. നമുക്കാർ പലയിടത്തും അത് എക്സിബിറ്റ് ചെയ്യലുണ്ട്, എക്സിബിഷനിൽ കൊണ്ടുവരലുണ്ട്. അത് ദുബായിൽ കൊണ്ടുപോകും, ഖത്തറിൽ കൊണ്ടുപോകും, പിന്നെ അവിടെ കൊണ്ടേക്കും. അത് കണ്ടാ തോന്നുന്നില്ല. പക്ഷെ അവർ പറയുന്നത് ഇത് മമ്മിഫിക്കേഷൻ ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഒരു മുഅ്ജിസത്തായിട്ട് എന്നൊക്കെ പറയുന്നത് അല്ലാഹു അഅലം. എന്നെ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എന്തായാലും ചരിത്രം നോക്കുമ്പോൾ ഈ റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഈ ഫിർഔന്റെ ജഡമായിരിക്കാം അത് എന്ന ഒരു നിഗമനത്തില് ചരിത്രകാരനായിട്ടുള്ള മോറിസ് ബുക്കായി എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സംഭവത്തെയാണ് മുഹറമിന്റെ ഏറ്റവും വലിയ സംഭവമായിട്ട് അള്ളാഹുവിന്റെ റസൂല് അംഗീകരിച്ചതും ഞാൻ ജീവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മൂസാ നബിയോട് ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചതും അതാണ്. അല്ലാഹു തആല ആ മാസത്തെയാണ് പവിത്രമാക്കിയത്. ഷഹറുല്ലാഹ് എന്ന അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് ഈ മുഹറത്തിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കുക. നോമ്പ് നോൽക്കാൻ ഏറ്റവും നല്ല മാസം അള്ളാന്റെ പിന്നെ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോൽക്കേണ്ട ഏറ്റവും കൂടി നോമ്പ് നോൽക്കൽ പുണ്യമുള്ള ഒരു മാസം കൂടിയാണ് മുഹറം മാസം എന്നുകൂടി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മുഹമ്മദ് മുഹറമായിട്ട് ഒരു ഹദീസിലുണ്ട്, അഫ്ളലു സിയാമി ബഅദ ശഹരി റമളാൻ ശഹറുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഏറ്റവും നല്ലത് മുഹറം മാസമാണെന്ന് ഹദീസിലുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോറ്റിരുന്നത് ഷഅബാനിലായിരുന്നു എന്നും ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നത് അത് മുഹറത്തിന്റെ നോമ്പിന്റെ പ്രത്യേകത വരുന്നതിന്റെ മുമ്പായിരുന്നു റസൂലുള്ളാഹി അങ്ങനെ ചെയ്തത്. നമുക്ക് ഏറ്റവും പുണ്യം മുഹറം മാസത്തിലാണ് കൂടുതൽ നോമ്പ് നോൽക്കുക എന്നാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ആളുകളൊക്കെ പാടെ തട്ടിപ്പടച്ചിട്ട് ഒരു പഞ്ചാംഗം ഉണ്ടാക്കിയിട്ട് മുഹറം മാസം മുഴുവൻ നഹ്സാക്കി വെച്ചിക്കുക. ഓഡിറ്റോറിയത്തിലൊന്നും പരിപാടി ഉണ്ടാവില്ല മുഹറം 10 വരെ. അത് യഥാർത്ഥത്തിൽ എവിടുന്നോ വന്നിട്ടുള്ള ഒരു അന്ധവിശ്വാസം മാത്രമാണ്. ദിവസങ്ങൾ അങ്ങനെ നല്ല ദിവസം മോശമായ ദിവസം, ആപേക്ഷികമായ ദിവസങ്ങൾക്ക് ചിലപ്പോൾ നന്നായേക്കാം, മോശമായേക്കാം. ചില ദിവസം എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾക്കൊക്കെ നല്ല ദിവസമായിരിക്കും. ഇപ്പൊ ഹൂദ് നബിന്റെ ഖൗമിനെ കൊന്നിട്ട് അള്ളാഹ് പറഞ്ഞു യൗമുൻ മുബാറക്കുൻ അലാ ഹൂദിൻ വതുബാഹീന. ഹൂദ് നബിക്കും കൂടുള്ളവർക്കൊക്കെ നല്ല ദിവസമായിരുന്നു എന്നാണ്. പക്ഷെ യൗമുൻ നഹ്സിൻ അലൽ കുഫാർ, കാഫിറുകൾക്ക് അന്ന് നഹ്സുള്ള ദിവസമായിരുന്നു. ആ ഖുർആനിലെ നഹ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലാതെ ദിവസങ്ങൾ നിശ്ചയിച്ചിട്ട് അറബി പഞ്ചാംഗം നല്ല ദിവസം റമളാൻ മാസത്തിലെ ഏറ്റവും നല്ല ദിവസക്കാരി നഹ്സേക്കാരാണ്. ആരോ ഷിയാക്കള് എഴുതിണ്ടാക്കിയിട്ട് നമുക്ക് വിട്ടെന്നാണ്. ഇപ്പോഴും ചില വീട്ടില് അതില്ലാഞ്ഞ ഉറക്കം വരാത്ത രൂപത്തിലാണ്. എവിടെ നോക്കിയാലും നഹ്സ്. ഒരു കല്യാണം ഉണ്ടാക്കാനും പറ്റൂല, പെര കുടിരിക്കാനും പറ്റൂല, പെര കയറ്റാനും പറ്റൂല, കുറ്റിയെടുക്കാനും പറ്റൂല. അങ്ങനെ ആകെ കൂടി ഒരു പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു നഹ്സ് ഇല്ല എന്ന് മനസ്സിലാക്കുക. പവിത്രമായ മാസമാണ്. അന്ന് ഒരു അക്രമം പ്രവർത്തിക്കരുത്, ഒരു നിലക്കും ശിർക്ക് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും ദുൽമ ചെയ്യാൻ പാടില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഷഹറുല്ലാ എന്ന് പറയുന്ന ഈ മാസത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ആശൂറ നോമ്പിനെ കുറിച്ച് പിന്നെ അള്ളാഹു റസൂൽ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ ഞാൻ അള്ളാഹിനോട് ആഗ്രഹിക്കുന്നു എന്നാണ്. ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്നാണ്. അപ്പൊ കഴിവുള്ളവരൊക്കെ ഈ മുഹറം 10ന്റെ നോമ്പ് ഒന്നുകിൽ 10 മാത്രം നോക്കുന്നതല്ല, ഒന്നും കൂടെ ജൂതന്മാരുടെ എതിരായിട്ട് ആ സുന്നത്ത് കിട്ടാൻ ഒന്നുകിൽ 9നും 10നും നോൽക്കുക. ഇനി 10 ഒരാൾക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ, 9 കഴിഞ്ഞില്ലെങ്കിൽ 10 ഒരു 11 കൂടി നോറ്റിട്ട് ജൂതന്മാരുടെ എതിരാകുക. അതല്ലാത്ത ദിവസങ്ങൾ നോമ്പ് ഖളാ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ഈ നോമ്പ് നോൽക്കാം. അല്ലാത്ത നോമ്പുകളൊക്കെ സുന്നത്തായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന പവിത്രമായ ഏത് കാര്യം മുഹറം 10 വരെയും അതിനുള്ളിലും ശേഷമൊക്കെ ഏത് കാര്യവും തുടങ്ങാൻ പറ്റുന്ന അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ 2 കാര്യം അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മുഹറം മാസം, ഒന്ന് കഅബയാണ്. കഅബത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത് ബൈത്തി, എന്റെ ഭവനം. അതുപോലെ വർഷത്തെ പറ്റി, അതിലെ മാസത്തെ പറ്റി പറഞ്ഞത് ഷഹറുല്ലാ എന്ന് പറഞ്ഞത് മുഹറമിനെ പറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കണം, അത്രയും പുണ്യമുള്ളതാണ്. അതൊരിക്കലും നഹ്സാക്കി തള്ളിക്കളഞ്ഞ് നമ്മളെ ഇബാദത്തില്ലാതെ ചടഞ്ഞുകൂടുന്ന ഒരു മാസമാക്കി, ഒരു മോശമായ മാസമാക്കി, മോശമായ ദിനങ്ങളാക്കി മാറ്റാൻ നമ്മളാരും ശ്രമിക്കരുതേ എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കണം. അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും വേണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.